ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിന്നൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പടവലങ്ങയും മാങ്ങയും പരിപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം നമുക്ക്. ഞാനെന്താ ഇതുപോലെ 2 പടവലങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ട് 2 എടുത്തത് കേട്ടോ. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. പടവലങ്ങയൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കളറ് കുറവായതുകൊണ്ട് കേട്ടോ 1/4 ടീസ്പൂൺ എടുത്തത്. പിന്നെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ മാങ്ങ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയതാണ്. അതിലേക്ക് ഒരു 3-4 അല്ലി ചെറിയ ഉള്ളി കൂടി ചേർത്ത് നന്നായി അരച്ചു കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കറിലൊന്നല്ല വേവിച്ചെടുത്തിട്ടുള്ളത്, മൺചട്ടിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. വെന്ത് വന്ന പരിപ്പിലേക്ക് നമുക്കിനി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ഭാഗം വെന്താൽ മതി, ബാക്കി വേവ് ആ കഷ്ണങ്ങളുടെ കൂടെ കിടന്ന് വെന്തോളും. ആദ്യം പടവലങ്ങ ഇട്ട് കൊടുക്കുക. ശേഷം അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. മാങ്ങ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. മാങ്ങ ഈ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്ന ശേഷമാണ് മാങ്ങ വേവിക്കുക. ആദ്യം നമുക്കിത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയിലൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി കൊടുക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടൊന്ന് കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ പടവലങ്ങയൊക്കെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി മാങ്ങ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്നുകൂടി നമുക്കൊന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. മാങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മാങ്ങ വെന്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത ശേഷം പിന്നെ തിളയ്ക്കരുത് കേട്ടോ, കറി തിളയ്ക്കരുത്. കറി ഒന്നാകെ പിരിഞ്ഞു പോവും, പിന്നെ കാണാനും ഭംഗിയുണ്ടാവില്ല അത്. അപ്പോൾ നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഇങ്ങനെ കൈയെടുക്കാതെ അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ അത് പിരിഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കറി വറവിടാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനത്തെ കറികളൊക്കെ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കറി വറവിടാം. അപ്പം നമ്മുടെ കറിയൊക്കെ അടിപൊളിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഈ പടവലങ്ങ കറിയുടെ കൂടെ സൈഡായിട്ട് ഒരു ഉണക്കമീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കും കമൻസൊക്കെ അത്രയും വിലപ്പെട്ടതാണ്. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.